ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോകുമ്പോൾ ചൂട് പിടിച്ചിട്ടുള്ള ചർച്ചകളാണ് ഞാൻ അവസാനമായി കണ്ടത്. പ്രത്യാരോപണങ്ങൾ യമുനയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ തിരിച്ച് യമുനയ്ക്കെതിരെ പറയുന്നുണ്ട്. ശ്രീരേഖ നല്ല രീതിയിൽ പവറായിട്ട് തന്നെ നിൽക്കുന്നു. യമുനയുമായിട്ട് ഒരു ക്ലാഷിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഗെയിം മൊത്തത്തിൽ മാറാൻ പോകുന്നതിന്റെ സൂചനകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ചൂട് പിടിച്ച അന്തരീക്ഷത്തിലേക്കാണ് 4-5 വൈൽഡ് കാർഡുകൾ വരുന്നത്. 6 വൈൽഡ് കാർഡുകൾ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇത്രയധികം ആളുകൾ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് വരികയും അവർ പുറത്ത് ഈ ഒരു ഗെയിമിനെ നോക്കിക്കണ്ടിട്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള പവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലാവും. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും. അതിൽ ജിൻഡോ ഉണ്ടാവും, അതേപോലെ തന്നെ ജാസ്മിൻ ഉണ്ടാവും, ഗബ്രി ഉണ്ടാവും. ഇവർ ഷുവർ ആയിട്ടുമുള്ള ആളുകളാവും. കാരണം ഇവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്ന് വൈൽഡ് കാർഡ്സിന് നല്ല ഉറപ്പുണ്ട്. ഉറപ്പായിട്ടും ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടേ കളിക്കത്തുള്ളൂ ആദ്യ ദിനങ്ങളിൽ. ഇതൊക്കെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് എത്തിക്കും. അതിന്റെ കൂടെ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 6 മാറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞത് ബിഗ് ബോസിന്റെ ടീമാണ്. പക്ഷെ മാറ്റിപ്പിടിക്കുന്നത് ശരിക്കും കണ്ടസ്റ്റൻസ് ആണ്. അത് ഇവർ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞില്ലെങ്കിലും മാറ്റിപ്പിടിക്കാമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് കണ്ടസ്റ്റൻസ് വന്നത്. ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. അവിടുത്തെ പവർഫുൾ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ട ലൈഫുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്ത് വലിയ ചർച്ചയാവുന്നുണ്ട്. മലയാളം ഓഡിയൻസ് എന്ന് പറയുന്നത് പല തട്ടിൽ വെച്ചിട്ട് ആളുകളെ അളന്നിട്ട് സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് സപ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. അതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകും. ഇപ്പം ബിഗ് ബോസ് സീസൺ 6 പോകുമ്പോഴത്തേന് ജാസ്മിൻ ജാഫർ ഒരു പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് ഉറപ്പിച്ചിട്ട് പോകുന്നതും ഉറപ്പിക്കാതെ പോകുന്നതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. നമുക്കൊരു ഗെയിം എന്നുള്ള രീതിയിൽ ഇമോഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു പയ്യനോട് ജാസ്മിൻ പറഞ്ഞിരുന്നു, ഞാൻ ഹൗസിലേക്ക് പോകുന്ന സമയത്ത് പുറത്ത് കോംബോ വാർത്തകൾ, ആരോപണങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? എല്ലാ പ്രേക്ഷകരും ഗെയിമിനെ ഗെയിമായിട്ടൊക്കെ നോക്കിക്കണ്ട് അത് ഗെയിമല്ലേ എന്നൊന്നും വിചാരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഈ വിവാഹം ഉറപ്പിച്ച കാര്യവും ഉറപ്പിക്കാത്ത കാര്യവും ആളുടെ പേരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറഞ്ഞു. ഇതിങ്ങനെ മാറ്റി പറയുകയും പേര് പുറത്ത് പറയുകയും ചെയ്ത സമയത്ത് നാട്ടിൽ ഇദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളായി. അദ്ദേഹത്തിന് നിരവധി ചോദ്യങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വലിയ സംഘർഷമായി ഇദ്ദേഹത്തിന്. അങ്ങനെ പേര് പറയില്ല എന്ന ഉറപ്പിന്മേൽ അങ്ങോട്ട് പോയ ഒരാൾ അങ്ങനെ പേര് പറയുന്നത് ശരിക്കും പുറത്തുള്ള ഒരാളെ നല്ല രീതിയിൽ ബാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോഴാണ് ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പൊ ഇവിടെ വേറൊരു സംശയം കൂടെ പ്രേക്ഷകർ തോന്നും. ഇനി പുറത്തുനിന്ന് തന്നെ വല്ല കോംബോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവരകത്തേക്ക് പോയിരിക്കുന്നത്. അവിടെ സംശയം തോന്നുന്നതിൽ നമുക്ക് തെറ്റ് പറയാനായിട്ട് പറ്റില്ല. ഇങ്ങനെ പല ആൾക്കാരും പല ലൈഫൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ട് ഇടുന്നുണ്ട്. അതേപോലെ ജാസ്മിൻ ഗബ്രി ജിൻഡോയ്ക്കെതിരെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ അവര് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് യമുനയൊക്കെ ആ ഒരു വേർഡ് പറഞ്ഞിട്ടാണ് ജാസ്മിനെതിരെ ശക്തമായിട്ടുള്ള പോയിന്റുകൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വേർഡ് വ്യക്തി അധിക്ഷേപമാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിൽ ഞാനും പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു വേർഡ് ശരിക്കും ഒരു വ്യക്തിക്കെതിരെ ചുമ്മാ അങ്ങനെ അടിക്കാൻ പറ്റുന്ന ഒരു വേർഡല്ല. അത് ഭയങ്കര ഡിഫമേറ്ററി ആണ്. ഒരാളുടെ വ്യക്തിത്വത്തെ പുറത്തുള്ള ആളുകളുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് ഈ ഒരു ആരോപണം ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നല്ല. എന്നാൽ പിന്നീട് ഈ ഒരു വേർഡും ജിൻഡോയുമായി ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസ് പുറത്ത് നടക്കുന്നത് കണ്ടു. അതിനകത്ത് ചില ആരോപണങ്ങൾ ജിൻഡോയ്ക്കെതിരെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് വരുമായിരിക്കും. അപ്പൊ ഇത് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണത്തിൽ ജിൻഡോയെ കുറിച്ചിട്ട് ഇവരെവിടെ നിന്നോ കേട്ട ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന വാക്കുകളാണോ എന്ന് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ സീസൺ 6 കണ്ടസ്റ്റൻസ് പുറത്ത് വെച്ച് തന്നെ ഒരു തരത്തിൽ കോണ്ടാക്ട് ചെയ്ത് ഒരു ഗെയിം ആഗ്രഹമായിട്ടാണ് അകത്തേക്ക് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് നോറ, ജാസ്മിൻ, റസ്മിൻ്റെ ഒന്നും ഗെയിം സക്സസ് ആയില്ല. കാരണം അകത്ത് ചെന്നാലും പുറത്തുള്ള ഇവരുടെ സ്വഭാവം തന്നെയാണല്ലോ അകത്തുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പരിധി എപ്പോഴാണ് അവസാനിക്കുക? ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വരുന്ന സമയത്ത് ഹിൻഡുകൾ അവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കും. ഹിൻഡുകൾ ചിലപ്പോൾ ഇവർ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞവണൊക്കെ നമുക്കറിയാം. ഈ ഹിൻഡുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ബോധമുള്ള ഒരാളാണ് ജാസ്മിൻ. അപ്പൊ ജാസ്മിന് ഈ ഹിൻഡ് കിട്ടി പുറത്ത് അത്യാവശ്യം നെഗറ്റീവ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നോക്കിക്കാണും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ അത്ത വിളിച്ച് പൊരിച്ചപ്പോഴത്തേന് ജാസ്മിൻ ഗെയിം മാറ്റിയില്ല. അത് വേറെന്തോ വലിയ പ്ലാൻ ജാസ്മിനുണ്ട്. പക്ഷെ ആ ഒരു പ്ലാൻ ഈ ഒരു വീക്ക് കഴിഞ്ഞ് അടുത്ത വീക്കും കൂടെ കഴിയുമ്പോഴത്തേന് സക്സസ് ആവുമോ എന്നുള്ളത് കണ്ടറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജബ്രി കോംബോ ഏകദേശം അവസാനിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. പുറത്തുനിന്ന് വരുന്ന കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും. അതിൽ ഉറപ്പായിട്ടും അകത്തേക്ക് പോകുന്ന ഒരു കോമൺ സെൻസ് ഉള്ള ഗെയിമർ ഈ ജാസ്മിൻ ഗബ്രി കോംബോയൊക്കെ ടാർഗറ്റ് ചെയ്യും. ഏതായാലും സീസൺ 6 റേഞ്ച് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മൂഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും പുറത്തുനിന്ന് പോകുന്നത്.
ഇപ്പോൾ സീസൺ 6 ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കണ്ട സീസൺസിൽ നിന്നിട്ട് വളരെ ഡിഫറെൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വലിയ ഡാമേജ് ഉണ്ടാക്കും കണ്ടസ്റ്റൻസിന്. ഇപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡാമേജ് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ജാസ്മിനാണ്. ഇപ്പോൾ പല ആളുകളുടെയും ഇമേജിനെ കുറിച്ചിട്ട് പുറത്ത് വലിയ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് ഗെയിമിനെ നോക്കി കാണുന്നത്. ഇനി തിരികെ ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി, യമുന ക്യാപ്റ്റൻസി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി ശ്രീരേഖയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം ജാസ്മിൻ ഗബ്രി പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. കാരണം അവരാണ് ഗെയിമിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ ജീവൻ മരണ പോരാട്ടമായിരുന്നല്ലോ. എന്നാൽ യമുന ക്യാപ്റ്റൻസി വയ്ക്കുന്നതിനകത്ത് വേറൊരു സംഗതിയുണ്ട്. കാരണം യമുനയ്ക്കറിയാം ഇനിയിപ്പോൾ ഇത്തിരി പവറായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ അടിച്ച് താഴ്ത്തി കളയും. ശരിയാണ്, അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് യമുന. പിന്നെ ശ്രീരേഖയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ അത് യമുനയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർ തമ്മിൽ നല്ല അലമ്പാണ്. ഇപ്പോൾ ശ്രീരേഖയ്ക്ക് ജാസ്മിനോടും ഗബ്രിയോടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, അവരെ ഒരു സൈഡിൽ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് ഇവർ. ആദ്യം യമുനെ അവർ ചേർത്ത് നിർത്തിയിരുന്നു. യമുന ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില സപ്പോർട്ടുകളൊക്കെ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതാണ് അവർക്കിടയിലുള്ള പ്രശ്നം. അപ്പോൾ അവിടെയാണ് യമുന മറ്റേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ജാസ്മിൻ യൂസ് ചെയ്തു, അത് പുറത്തു പോയാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ആ ഒരു വേർഡ് ഇവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ഏതായാലും അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് ജാസ്മിൻ വന്നിരിക്കുകയാണ്. ജാസ്മിൻ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് വലിയ അതൃപ്തി ഉണ്ടാവും. പക്ഷെ ജാസ്മിൻ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപ്റ്റൻസി ഉണ്ട്, പുതിയ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ജാസ്മിൻ മാനേജ് ചെയ്യേണ്ടി വരും. ഈ മാനേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗെയിം, ഗബ്രിയായിട്ടുള്ള കോംബോ, ഇതിനൊന്നും ഒരു സമയം ഉണ്ടാവില്ല. ആ ഒരു കോർണർ സിറ്റിംഗ്, ഗെയിം പ്ലാനിങ്, വൈകിട്ടുള്ള നൈറ്റ് ടോക്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് ഇടം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഇമേജ് കോൺഷ്യസ് ആണ്. ഇനി വരുന്ന ആളുകൾ സൂചന അനുസരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമേജ് തന്നെ അത്യാവശ്യം ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ് ഗെയിം കളിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് താങ്ങില്ല. ഇനി ഇതുകൂടാതെ ശരിക്കും കണ്ടസ്റ്റൻസിന്റെ നിലപാടില്ലായ്മ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയും സഹ കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കി തരാൻ വേണ്ടിയും ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു ടാസ്ക്. അപ്പോൾ അതിനകത്ത് ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് മികച്ച പവർ ടീം അംഗം, മികച്ച ഫ്ലോർ ക്ലീനിങ് അംഗം, മികച്ച കുക്ക്, അതേപോലെ മികച്ച ബാത്റൂം ക്ലീനിങ് അംഗം, ഇവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പി അടിക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള കോപ്പി ഗെയിം കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും ഫ്ലോർ ക്ലീനിങ്ങിന് ജിൻഡോയുടെ പേരാണ് പറയുന്നത്. അതൊരു സേഫ് അപ്രോച്ചാണ്. ജിൻഡോയുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആണ്, വേറെ വലിയ ചോദ്യം പരിപാടിയൊന്നുമില്ല. ജിൻഡോ ഒറ്റ ദിവസം കൊണ്ട് ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിരുന്നു. അതിപ്പോൾ അതൊരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ജിൻഡോ ചെയ്ത വർക്ക് അടിപൊളിയായിരുന്നു, അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ എല്ലാ ദിവസവും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളെ ഇവർ മെൻഷൻ ചെയ്യാൻ പല ആളുകളും മറന്നുപോയി. അതേപോലെ മികച്ച കുക്കായിട്ട് പല ആളുകളും തിരഞ്ഞെടുത്തത് അൻസുബയാണ്. അൻസുബയെ മികച്ച കുക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതും ഒരു ദിവസത്തെ ഒരു ഫുഡിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ഒരു വീക്ക് ചെയ്ത പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കേണ്ടതാണ്. യമുന കാര്യമായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് രണ്ട് പക്ഷമുണ്ട്. ജാസ്മിൻ ഇന്ന് വൈകിട്ട് ആരോപിക്കുന്നത് യമുന ചുമ്മാ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തരുന്ന ഒരു വ്യക്തിയാണ്, അല്ലാതെ കാര്യമായിട്ടുള്ള പണിയെടുക്കത്തില്ല. ശ്രീരേഖയാണ് കൂടുതൽ പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണ് നിന്നുകൊണ്ടുള്ള പണിയെല്ലാം എടുക്കുന്നത്. യമുന വയ്യാഴിക യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ യമുനയെ ചില ആളുകളെ പറയുന്നുള്ളൂ. എന്നാലും ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിയ അൻസിബയെ പറയുന്നതും ഒരു സേഫ് ആണ്. വേറെ ആളുകളെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പിണക്കാനായിട്ടോ ആളുകൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ബാത്റൂം ക്ലീനിങ്ങിലെ അപ്സരയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ്. ബാത്റൂം ക്ലീനിങ്ങിനകത്ത് വേറൊരു സംഗതിയുണ്ട്. ഇന്നലെ ഞാൻ ലൈവിൽ കേട്ടതാണ്. ബാത്റൂമിൽ കടുക്കാൻ പറ്റാത്ത നാറ്റമാണ്, അങ്ങടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടസ്റ്റൻസ് പരാതി പറയുന്നു. ശരണ്യ, അതേപോലെ തന്നെ അപ്സര, അങ്ങനെയുള്ള ആളുകൾ പരാതി പറയുന്നു. ഋഷിയും അൻസിബയാണ് ശരിക്കും ബാത്റൂം വൃത്തിയാക്കേണ്ടത്. എന്നാൽ അവർ അത് ചെയ്തില്ല പ്രോപ്പറായിട്ട്. ഋഷി ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ പല ആളുകളും വന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. അപ്പോൾ ശരണ്യം ആരോ ഒരു കമന്റ് പറയുകയും ചെയ്തു, ഈ അൻസിബ കുണുങ്ങി അങ്ങടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോൾ ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ബാത്റൂം കണ്ടീഷനെ കുറിച്ചിട്ട് ആരും ഇന്ന് പറഞ്ഞില്ല. അത് ഭയങ്കര സേഫ് പ്ലേ ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്ത് കുഴപ്പമാണ്? അത്രയധികം ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. അത് സ്ട്രോങ് ആയിട്ട് പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്നിട്ടാണ് ഋഷിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് അപ്സരയൊക്കെ പറയുന്നത്. മികച്ച പവർ ടീം അംഗം അർജുനായിട്ടാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. റസ്മിനെയും പറയുന്നുണ്ട് പല ആൾക്കാരും. എന്നാൽ പവർ ടീം ഇപ്പോൾ ഒരു പവർ ടീം ആയത് അർജുൻ കാരണമാണ് എന്ന് പറയുന്നു. എല്ലാ ആൾക്കാരും പവർ ടീമിനെ കുറിച്ചിട്ട് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പവർ ടീം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധമില്ല. പവർ ടീം നമ്മൾ ആരും യൂസ് ചെയ്തില്ല എന്ന് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. എന്ത് ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ടുണ്ടോ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി? അത് യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നെ ഈ ഗബ്രിയൊക്കെ വന്നിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം എന്ത് ലെങ്തിയാണ്.
എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നുള്ള അറിയില്ല, വെറുതെ പണ്ടാരോടങ്ങി. ഇതൊക്കെയാണ് ലൈവിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. നാളെ വലിയ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇനിയിപ്പോൾ ഞായറാഴ്ച വൈൽഡ് കാർഡുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ഇതുപോലെ ഒരു സീസണിൽ വൈൽഡ് കാർഡുകളെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഗെയിം മാറണമെന്നുള്ളത്. ഭയങ്കര കോപ്പി റിപ്പീറ്റിംഗ് ഗെയിം അല്ലേ അകത്ത് നടക്കുന്നത്. നമുക്കറിയാം ഒരു നോമിനേഷൻ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ പ്രിഡിക്റ്റബിൾ ആയിപ്പോയി. അത് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ആ ഒരു റൈറ്റ് ടൈമിലാണ് വൈൽഡ് കാർഡുകൾ വരുന്നത്. വൈൽഡ് കാർഡുകൾക്ക് വലിയ സാധ്യത ഉള്ള ഒരു സീസണാണ്. നന്ദി.